ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽസിലെ പാർട്ട് 9 നമുക്കിതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് റൈസ് ടു 6 ഡി എക്സ്. കാണാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻ പോലെ തോന്നുന്നുണ്ട്. എക്സ് സ്ക്വയറും എക്സ് റൈസ് ടു 6 എല്ലാം കാണുന്നുണ്ട്. നമുക്കതിൽ ഏതിങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഈ എക്സ് റൈസ് ടു 6 പകരം ഈ സ്ക്വയറിൻ്റെ ടേംസിൽ വരുന്നതിൽ ഇങ്ങനെ ആക്കാം. ഇതിന് എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ, അതായത് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് റൈസ് ടു 6 ഫൈനലി കിട്ടാൻ വന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫോർമുലയിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് റൈസ് ടു 6 ഡി എക്സിനാം ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് എന്താണ് എക്സ് ക്യൂബ് ഹോൾ റൈസ് ടു 2. അപ്പോൾ എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ ഡി എക്സ്. അതിന് ഞാനെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഫോർമുല അത് കൺവേർട്ട് ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്ത് ഈ എക്സ് ക്യൂബിന് ടി എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടല്ലേ ഞാനിതിന് എക്സ് ക്യൂബ് ടി കൊടുത്ത കാരണം എന്താ, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് നമുക്ക് 3x സ്ക്വയർ ഡി എക്സ് സ്ക്വയർ ഉണ്ടോ, അത് നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിന്ന് കിട്ടുന്ന ഇപ്പോൾ ഡി ടി ബൈ ഡി എക്സ് ഇത് ഇങ്ങോട്ടേക്ക് പറഞ്ഞാൽ ഡി എക്സും കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ പകരം എന്താണ് എഴുതാൻ പറ്റും, നമുക്ക് ഈ പറയുന്ന ഡി ടി എഴുതാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നോക്കിയോ നിങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 3x സ്ക്വയർ ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. നമുക്ക് ഡി എക്സ് വേണ്ടത്, ഡി എക്സിനെ ഇപ്പുറത്തേക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഡി എക്സ് ഈക്വൽ ടു ഡി ടി ഡിവൈഡ് ബൈ 3x സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു ഇതിപ്പോൾ ഒരു 1/3 അല്ലേ, 1/3 ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ 1/3 കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ അത് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. കാരണം ഇത് ഇല്ലാത്ത സാധനം. അപ്പോൾ നമ്മൾ 1/3 കൊണ്ട് എന്തായാലും അത് എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻ്റഗ്രലിൻ്റെ പുറത്തായിരിക്കും. അപ്പോൾ 1/3 ഇൻറ്റു ഇൻ്റഗ്രൽ ഈ പറയുന്ന എക്സ് സ്ക്വയർ ഡി എക്സ് എന്നുള്ളത് ഡി ടി ആയി മാറി. പിന്നെ 1 മൈനസ് എന്താണ് എക്സ് ക്യൂബിലെ ടി ആണ്, അതിൻ്റെ സ്ക്വയർ ആകുമ്പോൾ ടി സ്ക്വയർ. അപ്പോൾ ഇതേത് ഫോർമാറ്റിലല്ല ഇത് ഇൻ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് അല്ലെങ്കിൽ എന്താണ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതാ കണ്ട ഇൻ്റഗ്രൽ 1 ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇത് ആക്ച്വലി ഒരു സ്പെഷ്യൽ ഇൻ്റഗ്രലാണ്. ഈ ചാപ്റ്റർ മൊത്തം പഠിച്ച ഒരാൾക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ സ്പെഷ്യൽ ഇൻ്റഗ്രലിൽ ഈ പറയുന്ന ഫോർമ ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന അതിൻ്റെ ഫോർമ എന്ന് പറയുന്നത് 1/2a ഇൻറ്റു ലോഗ് മോഡ് എ പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എ മൈനസ് എക്സ്. അപ്പോൾ നമുക്കിത് അതേ ഫോർമലാണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതല്ലോ. അപ്പോൾ 1/3 പുറത്തുണ്ട്. പിന്നെ ഇതിപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്, അല്ല 1 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താ, √1 ഈക്വൽ ടു 1 തന്നെ. അപ്പോൾ 1/2 ഇൻറ്റു 1. അപ്പോൾ എന്താ 1/2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു ലോഗ് എ പ്ലസ് എക്സ്. അപ്പോൾ എന്താ 1 പ്ലസ് ടി ഡിവൈഡഡ് ബൈ എ മൈനസ് എക്സ് 1 മൈനസ് ടി പ്ലസ് സി. പക്ഷേങ്കിൽ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പാടുണ്ടോ, ഈ ടീന് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ 1/3 ഇൻറ്റു 1/2 എന്ന് പറയുന്നത് 1/6 ഇൻറ്റു ലോഗ് 1 പ്ലസ് ടീന് പകരം നമ്മൾ എക്സ് ക്യൂബ് എടുക്കുക. എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 1 മൈനസ് ടീൻ്റെ പകരം എക്സ് ക്യൂബ് എടുക്കുക പ്ലസ് സി. അപ്പോൾ ഇതായിരിക്കും ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യുക. ഞാനേതായാലും ചെറിയൊരു പെന്നൊന്ന് മാറ്റിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെന്നിനെ കളർ മാറ്റി കളിക്കുന്നുണ്ട്. കുറച്ച് ദിവസം മുൻപ് ചുവപ്പായിരുന്നു, പിന്നെ അതിൻ്റെ മുൻപ് മറ്റേ എന്താണ് പർപ്പിളായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു നീളം നീല പോലത്തെ ഒരു കളർ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടപ്പെടുന്നുണ്ടെന്നില്ലത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഏത് കളറ്, മറ്റേ ഈ കളറാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഈ കളറാണോ ഇഷ്ടം, ഏത് കളർ ഇഷ്ടം എന്നില്ല കമൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എക്സ് റൈസ് ടു 6 പ്ലസ് എ റൈസ് ടു 6. നമുക്ക് ഏതായാലും പൊതുവേ ഏത് ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന് എന്ന് പറയേണ്ടത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുവാണ് ഏറ്റവും ബെസ്റ്റ്. പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. മറ്റുള്ള ഫോംസ് ആകുമ്പോൾ കുറച്ചും കൂടി കാൽക്കുലേഷൻ വരും. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ പെട്ടെന്ന് ആൻസറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് എവിടെയോ എക്സ് റൈസ് ടു 6 നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇതിന് എന്ത് ചെയ്യുക, എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ ആയിട്ട് പ്ലസ് എ റൈസ് ടു 6 എന്ന് പറഞ്ഞിട്ട് ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതായത് ഇതിന് ഒന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച്. അതായത് ഈ പറയുന്ന എക്സ് റൈസ് ടു 6 പകരം എക്സ് ക്യൂബ് ഹോൾ റൈസ് ടു 2 അങ്ങനെ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, അതിനൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുക. അപ്പോൾ എന്താ നമുക്ക് ഏതായാലും പിന്നെയും എക്സ് ക്യൂബിൽ ടി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. കാരണം എന്താ ഇവിടെ പിന്നെയും എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഡെറിവേറ്റീവ് എടുക്കുന്നത് പിന്നെയും നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത് 3x സ്ക്വയർ ഇസിക്കൽ ടു ഡി ടി ബൈ ഡി എക്സ്. അപ്പോൾ ഡി എക്സ് ഇസിക്കൽ ടു ഡി ടി ഡിവൈഡ് ബൈ 3x സ്ക്വയർ. അപ്പോൾ എന്ത് വന്ന് ഏതായാലും നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഒരു 1/3 ഉണ്ട്. അപ്പോൾ 1/3 എന്തെങ്കിലും ഇൻ്റഗ്രലിൻ്റെ പുറത്തായിരിക്കും. അപ്പോൾ എക്സ് സ്ക്വയർ ഡി എക്സ്, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഇതാ നമ്മൾ എന്താണ് ഡി എക്സിൻ്റെ പകരമല്ല സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടത്. അപ്പോൾ എന്താ എക്സ് സ്ക്വയർ അല്ല ഡി ടി ഡിവൈഡഡ് ബൈ 3x സ്ക്വയർ. അതായത് ഈ ഡി എക്സിന് അവർ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് കൊടുക്കുമ്പോൾ എന്താണ് ഡി ടി ഡിവൈഡ് ബൈ 3x സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സ് സ്ക്വയറും കട്ടായി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ 1/3 ഏതായാലും നമ്മൾ ഇൻ്റഗ്രലിൻ്റെ പുറത്തുണ്ട്. പിന്നെന്താ ഡി ടി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് എ റൈസ് ടു 6. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതേത് ഫോർമാറ്റാണ്, ഇതും ഒരു സ്പെഷ്യൽ ഇൻ്റഗ്രലിൻ്റെ ഫോർമാറ്റ് തന്നെയാണ്. ഇൻ്റഗ്രൽ എന്താണ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതിൻ്റെ എന്താണ് ആൻസർ എന്ന് പറയുന്നത് ലോഗ് ഓഫ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അങ്ങനെയാണ് ഈ പറഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇവിടെ എൻ്റെ സ്ഥാനത്ത് എ തന്നെ ഉള്ളത്, പിന്നെ എക്സിൻ്റെ സ്ഥാനത്ത് എനിക്ക് തോന്നുന്നത് ടി ആയുള്ളത്. എ ഈക്വൽ ടു എ തന്നെ, ടി ഈക്വൽ ടു അല്ല എക്സ് ഈക്വൽ ടു ടി. അപ്പോൾ 1/3 ഇൻറ്റു ലോഗ് ഈ പറയുന്ന എക്സ്പ്രഷൻ അകലെ ലോഗ് എന്താണ് എക്സിൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്
ഇവർ ഇതാ ഓക്കെ ഇവിടെ 1/3 ലോഗ് എക്സ് എൻ എസ് ഇത് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എന്താണ്, അതായത് ഇവിടെ എന്താ എഴുതുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇങ്ങനൊരു എന്താണ് ഒരു സ്ക്വയർ റൂട്ടിനുള്ളിൽ കാണില്ല. അതേപോലെ ഇവിടുന്ന് കട്ടൻ പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കും, അത്ര ചെയ്യണ്ടല്ലോ. t² പ്ലസ് a⁻6 പ്ലസ് c. ഇനി എന്ത് ചെയ്യുക, ഈ ടീന് പകരം ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. നമ്മൾ ടി എന്തായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, x³ അപ്പോൾ 1/3 ലോഗ് ടീന് പകരം x³ പ്ലസ് എന്താണ്, അതായത് ഇത് നമ്മളെ ഇനീഷ്യൽ എക്സ്പ്രഷൻ ഏത് ഈ പറഞ്ഞ ഇവിടെ ഉണ്ടല്ലോ ഇനീഷ്യൽ എക്സ്പ്രഷൻ x⁻6 പ്ലസ് a⁻6. അപ്പോൾ x⁻6 പ്ലസ് a⁻6 പ്ലസ് c. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് എളുപ്പത്തിൽ ഈ പറഞ്ഞ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാനുള്ള എന്താണ് സാഹചര്യം എനിക്കുണ്ടോ എന്നുള്ളത് ഞാൻ പരിശോധിക്കുന്നുണ്ട്. അതിൽ ഓക്കെ, നമുക്ക് ഈ പറയുന്ന ഈ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇവിടെ എന്തോ ഒരു സ്പെഷ്യൽ ഇൻ്റഗ്രൽ വരുന്നുണ്ട്, നമുക്കെല്ലാം നോക്കി നോക്കാം. ഇൻ്റഗ്രൽ 1/7 - 6x - x വരെ ഇങ്ങനത്തെ ഒരു ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു പ്രോബ്ലം നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. 2024 ക്രിസ്മസ് എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ അല്ല, ഏകദേശം ഒരു സിമിലർ ആയില്ല, ഇങ്ങനത്തെ ഒരു സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഫോർമാറ്റിൽ കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇൻ്റഗ്രൽ 1/√(a² - x²) ആൻസർ വരുന്നത് 1/a sin inverse x/. ഇതൊക്കെ സ്പെഷ്യൽ ഇൻ്റഗ്രലിൻ്റെ കുറേ ഫോമുകളിൽ ഒരു ഫോമായത്. നമുക്ക് ഈ പറയുന്ന ഇക്വേഷനെ ഇതിപ്പോൾ ഒരു എന്താണ്, ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇത് നമ്മളിങ്ങനെയെങ്കിലും സോൾവ് ചെയ്തിട്ട് ഈ പറയുന്ന ഫോർമാറ്റിലേക്ക് എത്തിക്കണം. നമുക്കെല്ലാം നോക്കാം. ഇൻ്റഗ്രൽ 1/7 - 6x - x². ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ x² ടേം എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് ആവാൻ വേണ്ടി പറ്റില്ല. ഇവിടെ പക്ഷേ x² ടേം നെഗറ്റീവ്, അപ്പോൾ നമ്മളതിനെ പോസിറ്റീവ് ആക്കണം. അപ്പോൾ എന്ത് ചെയ്ത് നമ്മൾ ഇതിന്നൊരു എന്താണ് ഈ -6x -x² ഒരു മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്തപ്പോൾ എന്താണ് 1/7 - x² പ്ലസ് 6x. അപ്പോൾ എന്താ ഇത് ഈ മൈനസ് ഇടുന്ന കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇൻ്റഗ്രൽ 1/7 എന്താണ് ഇവരുടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ x² പ്ലസ് 2 × 3x. ഈ പറയുന്ന 6x ഇവർ 2 × 3x എന്ന് പറഞ്ഞിട്ട് എഴുതി. ലൈക്കിനോ നമ്മളിപ്പോൾ ഒരു ജനറൽ ഇങ്ങനെ എഴുതുക, ഒരു പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² പ്ലസ് എന്താണ് ab × x പ്ലസ് എന്താണ് a+b. അല്ല സോറി, ഇതല്ല a+b എന്ന് തോന്നുന്നു. a+b × x എന്നോട് മാറിപ്പോകണ്ടല്ലോ. നമ്മളെ പ്രൊഡക്റ്റ് എ ബിയും നമ്മളെ സമ്മ് a+b, അതാണ് ഇതിൻ്റെ എന്താണ് പറയുന്നത് റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോർമാറ്റിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഈ 6x മാറ്റിയിട്ട് 2 × 3x എന്ന് പറഞ്ഞിട്ട് എഴുതി. പിന്നെ ഈ സ്ക്വയർ കംപ്ലീഷൻ പ്രകാരം ഈ 6x പകുതി 3x, അല്ല ഈ 6 അതായത് ഈ എക്സിൻ്റെ കോഫിഷ്യൻ്റെ പകുതി 3 അതിൻ്റെ സ്ക്വയർ. അപ്പോൾ എന്താ 3² കൊണ്ട് ആഡ് ചെയ്ത് അതേ 3² കൊണ്ട് മൈനസ് ചെയ്ത്, കാരണം ഇത് അൾട്ടിമേറ്റ്ലി എന്താണ് ക്യാൻസൽ ആയി പോകണം. കാരണം നമ്മളൊരു സാധനം എക്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, അതിനെ കൊണ്ട് എന്താണ് ഇപ്പോൾ ആഡ് ചെയ്തതിൻ്റെ എന്താണ് മൈനസ് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ഡിവൈഡ് ചെയ്യണം, ഡിവൈഡ് ചെയ്തതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ സംഭവം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ എന്തായി മാറും, ഈ ഒരു ഇൻ്റഗ്രൽ 1/7 - x² പ്ലസ് 6x പ്ലസ് ഇതാ 3². ഇതിപ്പോൾ ഇതേത് ഫോർമുലയിലത് ഇപ്പോൾ x+3² നമ്മളൊന്ന് മാറ്റി എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും, ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് x² പ്ലസ് 3² എന്ന് പറയുമ്പോൾ 9, അതായത് 3² പ്ലസ് എന്താ 2 × എന്താണ് 3 × x. അപ്പോൾ ഇതാ യെസ്, ഇതിപ്പോൾ x+3² എന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ -9 എന്തുണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെയുണ്ട്. അപ്പോൾ നമുക്കതിൽ നോക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ 1/7 ഈ പറയുന്ന കംപ്ലീറ്റ് ടേം, ഈ പറയുന്ന ഇത്രയും ടേംസ് എന്തായി മാറി, x+3² ആയിട്ട് മാറി. പിന്നെ ഇവിടെ ഒരു എന്തുണ്ട് -9 ഉണ്ട്. അപ്പോൾ എന്താ അപ്പോൾ നിങ്ങളിവിടെ വിചാരിക്കുന്നുണ്ടോ ഇതെങ്ങനെ ഇവിടെ 4² അത് ഞാൻ പറഞ്ഞുതരാം. ഈ മൈനസിനെ എന്താ ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ -x+3 എന്ന് പറയുമ്പോൾ x+3² എന്ന് പറയുമ്പോൾ -x+3². ഈ -9 എന്ന് പറയുമ്പോൾ +9. അപ്പോൾ 7 + 9 എന്തുണ്ട് ഇവിടെ ഇങ്ങനെയുണ്ട്. അപ്പോൾ 7 + 9 എത്രയാണ് 16. 16 എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി 4ൻ്റെ സ്ക്വയറാണ്. അതാണ് ഇവരുടെ ഈ 16ൻ്റെ പകരം ഇവിടെ എന്ത് ചെയ്തി 4² അതെന്തിനായിരിക്കും അങ്ങനെ എഴുതിയിട്ടുണ്ടാവും, കാരണം a² ഫോർമാറ്റ് ടേംസിലേക്ക് എത്തിക്കേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇവർക്ക് 16 അങ്ങ് എഴുതിയാൽ പോരെ. പക്ഷേ നമുക്ക് എന്ത് വേണം, നമ്മളെ a² എന്നുള്ള ഫോർമാറ്റിൽ വേണം. അപ്പോൾ a² = 16, a = 4. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ 4² എന്നുള്ള ടേംസിൽ എഴുതിയത് -x+3². ഇതിപ്പോൾ ഏത് ഫോർമാറ്റിൽ വന്ന് ഇൻ്റഗ്രൽ a² എന്താണ് ഇത് x², അതായത് എക്സിൻ്റെ ഒരു ടേമിൽ ഒരു എന്താണ് അതിൻ്റെ സ്ക്വയർ വരുന്ന ടേമിലേക്ക് വന്ന് dx. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇതിന് ആൻസർ 1/a × sin inverse x/a. അല്ല, അതിൻ്റെ മുൻപ് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഈ പറയുന്ന x+3 പകരം t എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുപോകണം. നോക്കുക, ഞാൻ അത് വിട്ടുപോയി. ഈ പറയുന്ന ഇവിടെ ഒരു x+3 കാണുന്നത്, അതിൻ്റെ പകരം ഒരു t എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് എന്ത് വരും, ഇപ്പോൾ
3 ഈക്വൽ ടു ടീൻ്റെ ഡെറിവേറ്റീവ് ഇതിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ഈക്വൽ ടു dt/dx. അപ്പോൾ എന്താ 1 is equal to dt/dx. അപ്പോൾ എന്താ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് dt is equal to dx വന്ന് dt is equal to dx. അപ്പോൾ എന്താ അപ്പോൾ എനിക്ക് ഈ പറയുന്ന dxന് പകരം dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാരണം രണ്ടും ഈക്വൽ ആണ്. അതേപോലെ എന്താണ് 1/√4² മൈനസ് x + 3 നമ്മൾ എന്താ കൊടുത്തത് t അല്ല, അപ്പോൾ എന്താ t². അപ്പോൾ എന്താ ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ ഫോർമാറ്റിൽ വന്ന് a² മൈനസ് x² ഫോർമാറ്റിൽ വന്ന് 4² മൈനസ് t² ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എന്താണ് 1/a ഉണ്ടല്ലോ, ഇവരെന്താ 1/a എഴുതാത്തോളി. 1/a എന്ന് പറയുമ്പോൾ ഇതവിടെ ഒരു 1/4 ഉണ്ട്, ആക്ച്വലി അവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ 1/4 ഇൻറ്റു, കാരണം എ സ്ഥാനം a² = 16 ആണെങ്കിൽ a = 4 ആണല്ലോ. അപ്പോൾ 1/a എന്ന് പറയുമ്പോൾ 1/4 ഉണ്ട് ഇൻറ്റു എന്താണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ t ആയത്. അപ്പോൾ t/a എന്ന് പറയുമ്പോൾ t/4. ഇവിടെ എന്താണ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ മറ്റേ 4, പക്ഷേ ഇവിടെ എഴുതിയിട്ടില്ല. എന്തുകൊണ്ട്? അത് നമ്മൾ ഇവരോട് ചിലപ്പോൾ എന്താ പറയുക ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. ഇവിടെ 1/a ഉണ്ട്, അപ്പോൾ 1/4 നമ്മൾ എന്തായാലും എഴുതണോ. സൈൻ ഇൻവേഴ്സ് t/4 x/a പകരം t/4 പ്ലസ് c. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഇവിടെ 1/4 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് t നമ്മൾ എന്തായാലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് x + 3 /4 പ്ലസ് c. ഇവർ എന്തായാലും നിങ്ങളിത് 1/4 എന്തായാലും എഴുതണം കേട്ടോ, കാരണം ഇവിടെ എന്താണ് 1/a എന്ന് കൊടുത്തിട്ടുണ്ട് ഇക്വേഷൻ. അപ്പോൾ പക്ഷേ ഇവരോട് എന്തോ ഒരു ചെറിയ പിശക്ക് പറ്റിയതാണ്, അത് നമ്മൾ മൈൻഡ് ആക്കണ്ട. നമ്മളെന്തായാലും എന്ത് ചെയ്യുക, ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഈ 1/4 കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ 1/4 ഇൻറ്റു എന്താണ് സൈൻ ഇൻവേഴ്സ് x + 3 /4 പ്ലസ് c. ഇതായിരിക്കും ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി നമുക്ക് ഈ ഒരു 3 ക്വസ്റ്റ്യൻ ഞാൻ ഇന്നത്തെ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിലേക്ക് ഇനി അടുത്ത ഒരു പാർട്ട് കാണാം.